നമസ്കാരം. ഞാൻ തോമസ് മാത്യു. അക്ഷയ് എന്ന ക്യാരക്ടറാണ് ആനന്ദത്തിൽ ചെയ്യുന്നത്. അപ്പോൾ അക്ഷയ് എന്ന് പറയുമ്പോൾ സിനിമയിൽ ഒരു ചെറിയ പാവം, കുറച്ച് ഷൈ ആയിട്ട് എല്ലാത്തിൽ നിന്നും ഇത്തിരി മാറി നിൽക്കും. പിന്നെ കൂട്ടുകെട്ടെന്നൊക്കെ പറയുമ്പോൾ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടാവും, അവരായിട്ട് ഭയങ്കര അടുപ്പമായിരിക്കും, അവരായിട്ട് എന്ത് ഉള്ളത്തരത്തിനും റെഡി ആയിരിക്കും. പിന്നെ ക്ലാസ്സിൽ ഒരു പെൺകുട്ടീനോട് ഇഷ്ടമുണ്ടാവും, ആ കുട്ടി ഒഴിച്ച് ബാക്കി എല്ലാവർക്കും അത് അറിയുന്നുണ്ടാവും. ഇതാണ് എന്താ പറയുക, അക്ഷയ് എന്ന് പറഞ്ഞൊരു ക്യാരക്ടറിൻ്റെ ഒരു ക്യാരക്ടർ സ്കെച്ച്. എൻട്രി വളരെ രസകരമായ ഒരു എൻട്രി തന്നെയാണ്. എന്ന് പറഞ്ഞാൽ ഓഡിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്, അവിടെ സെക്കൻഡ് ഇയർ ആയിട്ട് ബിസിനസ് സ്റ്റഡീസ് പഠിക്കുകയാണ്. അപ്പോൾ ഓഡിഷൻസിന് ഗണേശ് ഏട്ടനും ആനന്ദേട്ടനും എന്ന് ഞങ്ങളുടെ ഡയറക്ടറും സിനിമാറ്റോഗ്രാഫറും ഒരു ക്രൂവിലുള്ള കുറച്ച് പേരും അവിടെ എത്തി. അപ്പോൾ ഓഡിഷൻസൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോളേജിൽ. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് വഴി ഇത് അറിഞ്ഞു. എൻ്റെ ഒരു നന്നായി അഭിനയിക്കുന്ന എൻ്റെ ഒരു ഫ്രണ്ടുണ്ട് അപ്പോൾ ഈ തിയേറ്ററിലൊക്കെ. അപ്പോൾ ഞാൻ ഇങ്ങനത്തേനൊന്നും അധികം അങ്ങനെ പോയിട്ടില്ല. ചെറുപ്പത്തിൽ വല്ല സ്കിറ്റൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉണ്ട്, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ആഗ്രഹം ഉണ്ടായിരുന്നു ചെറുതായിട്ടൊക്കെ, പക്ഷേ എന്താ പറയുക, അങ്ങ് ചെന്ന് ചെയ്യാനൊരിത്തിരി ധൈര്യക്കുറവാണ്. അപ്പോൾ ഇവനെയും കൂട്ടി ഞാനങ്ങ് പോയി. ചെന്ന് അവിടെ നോക്കിയപ്പോൾ ആൾക്കാരുടെ ഒരു എന്താ പറയുക മേളമാണ്, കുറേ പേരുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ കുറച്ച് വെയിറ്റ് ചെയ്ത് പതുക്കെ കയറാമെന്ന് തന്നെ വിചാരിച്ചു. വെറുതെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇടിച്ച് തള്ളിക്കയറി നാണം കിട്ടി തിരിച്ചിറങ്ങണ്ടെന്ന് വിചാരിച്ച് അങ്ങനെ അങ്ങ് ഇരുന്നു. പിന്നെ പതുക്കെ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് അവസാനം അവർ പറഞ്ഞു സമയം കഴിഞ്ഞു, നിങ്ങൾ തിരിച്ചു പോയിക്കോളാൻ. അപ്പോൾ ഞങ്ങൾ പതുക്കെ ഇങ്ങ് ഇറങ്ങി. അപ്പോൾ പിന്നെ സത്യം പറഞ്ഞ ഇത്തിരി വിഷമമായി, ഒന്ന് ട്രൈ നോക്കാമെന്നുണ്ടായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം ഞാൻ ഇങ്ങനെ ബാംഗ്ലൂർ നടക്കുക, ഒരു കോരമംഗല എന്നുള്ളൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ വഴിക്കൂടെ നടന്നു പോകുമ്പോൾ ഗണേശ് ചേട്ടനെ വളരെ ആദർശികമായി കണ്ടു. അപ്പോൾ അവിടെ വെച്ച് ഗണേശ് ചേട്ടനെ ഇങ്ങനെ കണ്ടിട്ട് എവിടെയോ കണ്ടിട്ടെന്നുള്ളത് തോന്നലുണ്ട്, പക്ഷേ എവിടെ നിന്നാണ് മനസ്സിലാണല്ലോ. അപ്പോൾ ഗണേശ് ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ ക്രൈസ്റ്റിൽ വന്നിരുന്നു. അപ്പോൾ ഞാനിങ്ങനെ പതുക്കനെ ക്ലിക്കായി, ഗണേഷ് രാജ് ഓക്കെ വന്നിരുന്നു ഓഡിഷൻ. കാരണം എനിക്ക് കയറാൻ പറ്റിയില്ല ഓഡിഷന്. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഗണേശ് ചേട്ടൻ പറഞ്ഞു ഇങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ പതുക്കെ എന്നൊക്കെ അങ്ങ് മൂളി. അത് കഴിഞ്ഞ് ചെന്ന് 2-3 സീൻസൊക്കെ ചെയ്തു. അവിടെ ഒരു അടുത്തൊരു സ്ഥലത്ത് പോയി എനിക്ക് കുറച്ച് ഡയലോഗ്സൊക്കെ തന്നു. അപ്പോൾ ഞങ്ങളുടെ സിനിമയിൽ ദേവിക എന്ന് പറഞ്ഞ ക്യാരക്ടർ ഇന്ന അനു ഉണ്ട്. അപ്പോൾ അനുവിൻ്റെ കൂടെ ഞങ്ങൾ പെയർ ചെയ്ത് കുറച്ച് സീൻസൊക്കെ ചെയ്തു. അപ്പോൾ ആദ്യത്തെ ഒന്നും അത്രയും അങ്ങ് ശരിയായില്ല. പിന്നെ അവസാനത്തെ ഒരു ഡയലോഗ് ഒരു ചെറിയ പോർഷൻ ചെയ്തപ്പോൾ അത് എല്ലാവർക്കും ഒന്ന് ഇഷ്ടപ്പെട്ടു. ആകെ കൈയടിയും ബഹളവും അതങ്ങ് ക്ലിക്കായെന്ന് എനിക്ക് തന്നെ തോന്നി. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഇനി കാണാം, പതുക്കെ എപ്പോഴെങ്കിലുമൊക്കെ കാണാമെന്നുള്ള രീതിയിൽ ഞങ്ങളങ്ങ് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ പോണ വഴി ഞാനും അനുവും തമ്മിൽ ഇങ്ങനെ പറയണ ഓർമ്മയുണ്ട്, എന്താ ഇതൊന്നും അങ്ങനെ അങ്ങ് ശരിയാവാൻ സാധ്യതയുണ്ടെന്ന് തോന്നണില്ല. കാരണം ഞങ്ങളവിടെ ചെന്ന് വെറുതെ എന്താ പറയുക, ഒരു കോമഡിയൊക്കെ അടിച്ച് ചുമ്മാ ഒരു ജോളി ടൈം അത്രേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോഴാണ് എനിക്കൊരു കോൾ വന്നത്, ഇങ്ങനെ നാട്ടിലേക്കൊന്ന് വരാൻ പറ്റുമോ, ഈ സിനിമയിൽ കുറച്ച് പേരും കൂടി ഉണ്ട്, അപ്പോൾ എല്ലാവരുമായിട്ടൊരു കെമിസ്ട്രി അറിയാൻ വേണ്ടി എങ്ങനെയാണെന്ന് വെച്ചാൽ ഒന്ന് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എനിക്ക് ഇതിന് ചാൻസ് ഉണ്ട് എന്നുള്ള തോന്നൽ വന്നത്. അത് കഴിഞ്ഞ് പിന്നെ നാട്ടിൽ ചെന്നു, ബാക്കിയുള്ളവരെയൊക്കെ പരിചയപ്പെട്ടു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും കൂടി പിന്നെ ദൈവം അനുഗ്രഹിച്ച് എങ്ങനെയോ ശരിയായി വന്നു. ഇപ്പോൾ ഗണേശ് ചേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ഗണേശ് ചേട്ടൻ്റെ ഏറ്റവും എന്താ പറയുക, എനിക്കൊരു ഏറ്റവും ഇതിലെനിക്ക് തോന്നിയേക്കുന്നൊരു ഗണേശ് ചേട്ടൻ്റെ ഒരു എന്താ പറയുക അതെന്താണെന്ന് വെച്ചാൽ ഗണേശ് ചേട്ടൻ്റെ ഒരു നറേഷനുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ആദ്യം സ്ക്രിപ്റ്റ് കേൾക്കാൻ പോയവിടെ മുതൽ ഓരോ സീനിന് മുമ്പും ഗണേശ് ചേട്ടൻ്റെ ചെറിയ ചെറിയ നറേഷൻസ് ഉണ്ട്. അപ്പോൾ ആ നറേഷൻ തന്നെ മതി, നമുക്ക് ആകെപ്പാടെ ആ സീനിലങ്ങ് മുഴുകിപ്പോകും. നമ്മൾ ചിലപ്പോൾ ആ ക്യാരക്ടറിൽ തന്നെ ഞങ്ങളിപ്പോൾ ഹംപി എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങളുടെ ഈ ഒരു സിനിമയിലെ ഒരു വൺ ഓഫ് ദ ലൊക്കേഷൻസ്, കർണാടകയിലാണ്. അപ്പോൾ അവിടെ മങ്കി ടെമ്പിൾ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നിന്ന് ഞങ്ങളിങ്ങനെ ഞാനും ഗൗതം എന്ന് പറഞ്ഞ ക്യാരക്ടർ ചെയ്യുന്ന റോഷനായിട്ടൊരു ചെറിയ സീക്വൻസാണ്. അപ്പോൾ അത് ചെയ്യുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഒരു നറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കേട്ട് ഞാനിങ്ങനെ എൻ്റെ ലൈഫിൽ നിന്ന് തന്നെ കുറേ കാര്യങ്ങളൊക്കെ ആലോചിച്ച് റിലേറ്റ് ചെയ്തു. അത് ഞങ്ങൾ രണ്ടുപേരും ചെന്ന് ആ സ്പോട്ടിലങ്ങ് ഇരുന്നു. ആക്ഷൻ വിളിച്ചത് പോലും പറഞ്ഞില്ല, ഞങ്ങളങ്ങ് ചെയ്തു. അപ്പോൾ അത്രയും ഫീൽ ചെയ്താണ് അങ്ങനെ ചെയ്യാൻ പറ്റുക. അതിന് മെയിൻ ഒരു കാരണം ഗണേശ് ചേട്ടൻ്റെ ഒരു നറേഷൻ തന്നെയാണ്. ഭയങ്കര എക്സ്പ്രഷൻസ് ഒക്കെ ഇട്ട് ഞങ്ങൾക്ക് ശരിക്കും മനസ്സിലാക്കി തരണ പോലത്തെ ഒരു നറേഷൻ. അപ്പോൾ എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് അങ്ങനെയെന്നൊക്കെ ഞങ്ങൾക്ക് വ്യക്തമായ ലോജിക്ക് ഉണ്ടാവും. അപ്പോൾ അതാണ് ഗണേശ് ചേട്ടനെ പറ്റി ആദ്യം ആലോചിക്കുമ്പോൾ എൻ്റെ ഇതിലേക്ക് വരുന്ന ഒരു കാര്യം. പിന്നെ ഗണേശ് ചേട്ടൻ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു. ഞങ്ങൾക്കിങ്ങനെ ഭയങ്കര ഫ്രീഡമാണ്. ഒരു സിനിമ സെറ്റാണെന്നൊന്നും ഒരിക്കലും തോന്നിയിട്ടില്ല. ഞങ്ങൾക്ക് ഒരു HOD ഉണ്ട്, ഒരു പ്രിൻസിപ്പളുണ്ട്. ഞങ്ങളെല്ലാവരും കൂടി ഒരു ചെറിയ ട്രിപ്പിന് പോകുന്നു. ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഇപ്പോൾ വിനീതേട്ടനാണെങ്കിലും ഇടയ്ക്ക് സെറ്റിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ആദ്യമൊക്കെ വിനീതേട്ടൻ എന്ന് പറയുമ്പോൾ വിനീത് ശ്രീനിവാസൻ അങ്ങനെ ഒരു ഇതാണ്. പിന്നെ പതുക്കെ ഞങ്ങൾ എന്താ പറയുക, അങ്ങനെയൊന്നും അല്ല, ഞങ്ങളായിട്ട് ഭയങ്കര ജോളിയായിരുന്നു. ഞങ്ങളെല്ലാവരുടെയും ഒരു വലിയേട്ടൻ്റെ സ്ഥാനത്ത് അങ്ങനെ അങ്ങ്. അപ്പോൾ അതിപ്പോൾ എന്താ പറയുക, പിന്നീട് ഞങ്ങൾക്ക് ചെറിയ ചെറിയ ഒരു നിർദ്ദേശങ്ങളൊക്കെ തരുമെങ്കിലും ഒരിക്കലും ഗണേശ് ചേട്ടൻ്റെ ആ ഒരു സ്പേസിലേക്ക് ഇൻവൈഡ് ചെയ്യാറില്ല. എപ്പോഴും ഗണേശ് ചേട്ടൻ്റെതായ ഒരു സ്പേസ്
കൊടുത്തേക്കായിരുന്നു. അത്രയും വിശ്വാസമായിരുന്നു വിനീതേട്ടനും വിനോദേട്ടനായ ഞങ്ങളുടെ പ്രൊഡ്യൂസറിനും. പിന്നെ ആനന്ദേട്ടനാണെങ്കിലും ആനന്ദേട്ടൻ ചിലപ്പോൾ ഇടയ്ക്ക് വന്ന ഓരോ ചെറിയ ചെറിയ ടിപ്പുകളായിരിക്കും, പക്ഷെ ആ ടിപ്പ് ഒരു 1.5 ടിപ്പായിരിക്കും. ട്രിപ്പ് എന്നുള്ള ഡയലോഗായിട്ട് പോയി. അപ്പോൾ എന്താ പറയുക, അങ്ങനെ എല്ലാവരും കൂടി ഒരു കൊച്ചു കുടുംബം, അതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. അങ്ങനെ ഒരു നല്ലൊരു ഇങ്ങനെ ഒരു കുടുംബം പോലെയുള്ളൊരു സൗഹൃദം ഉണ്ടായതിലും വളരെ സന്തോഷം. സിനിമ റിലീസ് ചെയ്ത അന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ കുറച്ച് പേടിയും ടെൻഷനൊക്കെ ആവശ്യത്തിലധികം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ പതുക്കെ ഫോണൊക്കെ അങ്ങ് മാറ്റി വെച്ചു. അത് കഴിഞ്ഞ് പിന്നെ ഫസ്റ്റ് ഷോ കഴിഞ്ഞു. ഫസ്റ്റ് ഷോയ്ക്ക് എനിക്ക് സത്യം പറഞ്ഞാൽ സിനിമ അങ്ങ് മുഴുവനായിട്ട് എൻജോയ് ചെയ്യാനൊന്നും പറ്റിയില്ല. ക്രൗഡും എൻ്റെ കൂടെ എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ അങ്ങനെ അങ്ങ് ആയിപ്പോയി, അങ്ങ് എൻജോയ് ചെയ്യാൻ പറ്റിയില്ല. പിന്നെ സെക്കൻഡ് അത് കഴിഞ്ഞ് ഞങ്ങൾ ഒന്നും കൂടി കയറി അവിടെ. അപ്പോഴും പ്രത്യേകിച്ച് എന്താ പറയുക, കണ്ടിരുന്നു ക്രൗഡിൻ്റെ റിയാക്ഷൻ വളരെ വ്യത്യസ്തമായിരുന്നു അപ്രാവശ്യം. ഓരോ തവണ ഞങ്ങൾ തിയേറ്റർ വിസിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളിങ്ങനെ ഓരോ തിയേറ്ററിൽ പോകും, അവിടുത്തെ ആൾക്കാരായിട്ട് സംസാരിക്കും. അപ്പോൾ ഓരോരുത്തരുടെ റെസ്പോൺസ് കിട്ടുന്നതൊക്കെ ചിലതൊക്കെ വളരെ വ്യത്യസ്തമാണ്. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഫാമിലി ക്രൗഡ്, അപ്പോൾ ഫാമിലി ഓഡിയൻസ് അതങ്ങ് ചിലവർ റേറ്റ് എടുത്തു, അവർക്കൊക്കെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളാകെ സർപ്രൈസ് ആയിപ്പോയി. കാരണം ഞങ്ങൾ ഒരിക്കലും അങ്ങനെ ഇഷ്ടപ്പെടാം എന്നാലും ഞങ്ങൾ അത്രയും ഉദ്ദേശിച്ചിരുന്നില്ല. പലരും അങ്ങനെ വിളിച്ചു പറയുന്നു. അപ്പോൾ ഞങ്ങൾക്ക് ആകെപ്പാടെ ഷോക്കായിപ്പോയി. അപ്പോൾ അത് ഭയങ്കര ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സത്യം പറഞ്ഞാൽ പിറ്റേ ദിവസം ഞാൻ ഫോൺ ഓണാക്കി തോന്നുന്നു. അപ്പോൾ ആകെ തുരുതുരാ മെസ്സേജ് കോളുകൾ. പിന്നെ പതുക്കെ ഓരോരുത്തർ വിളിച്ചു. അപ്പോൾ എല്ലാവരും പറഞ്ഞു വളരെ നല്ല പടമാണ്, എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോൾ ഇതുവരെയുള്ള എല്ലാ റെസ്പോൺസും നല്ലതാണ്. പിന്നെ അങ്ങനെ തന്നെ പോട്ടെ എന്നാണ് പ്രാർത്ഥന. ഒരു കള്ളക്കാമുകനും കുറച്ച് ആവശ്യത്തിലധികം പേടികളും ഉള്ള ഒരു കഥാപാത്രമാണ് അക്ഷയ്. എനിക്ക് പലപ്പോഴും അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്, പലപ്പോഴും റിലേറ്റബിൾ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഈ ക്യാരക്ടറായിട്ട്. ഇതിപ്പോൾ പേടിയുടെ ഒരു കാര്യത്തിൽ മാത്രമല്ല, ചില കാര്യങ്ങൾ ചില സിറ്റുവേഷനിൽ എങ്ങനെ റിയാക്ട് ചെയ്യുന്നുള്ളതൊക്കെ ഉള്ള എനിക്ക് പലപ്പോഴും സിമിലാരിറ്റീസ് തോന്നിയിട്ടുണ്ട്. പക്ഷേ ചില കാര്യങ്ങൾ അങ്ങനെ തോന്നിയിട്ടില്ല. അപ്പോൾ അങ്ങനെ തോന്നാത്തപ്പോൾ ഇപ്പോൾ ഗണേശേട്ടൻ വളരെ ഓപ്പൺ ആയിരുന്നു. അപ്പോൾ ആ ഒരു ഇതുകൊണ്ട് തന്നെ ഞാൻ ഗണേശേട്ടൻ ചിലപ്പോൾ പറയും എനിക്ക് അങ്ങനെ ചെയ്യാൻ തോന്നണില്ല ഗണേശേട്ടാ, ഇങ്ങനെയാണെങ്കിലോ എന്നൊക്കെ. പക്ഷേ അപ്പോൾ ഗണേശേട്ടൻ അതിനൊരു തക്കതായ കാരണമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ എന്താ പറയുക, അത് മനസ്സിലാവും. അപ്പോൾ പിന്നെ അങ്ങനെ തന്നെ പോയി. എന്നാലും അവിടെ ഇവിടെയൊക്കെ എനിക്കിങ്ങനെ ഭാഗങ്ങൾ തോന്നിയിട്ടുണ്ട്, എൻ്റെ തന്നെ ഭാഗങ്ങൾ അക്ഷയയിലുണ്ടെന്ന്. അപ്പോൾ അത് തന്നെ ഞാൻ എല്ലാവരോടും പറയാം. ഇപ്പോൾ സിനിമ കാണുമ്പോൾ ഏതൊരു പ്രേക്ഷകനും തോന്നിപ്പോവും എൻ്റെ ഒരു ഭാഗം ഇതിൽ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ ഒളിച്ചു കിടപ്പുണ്ടെന്ന്. അപ്പോൾ അത് തന്നെയാണ് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരുന്ന റെസ്പോൺസും അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ അതിലും വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ആനന്ദത്തിന് ശേഷം എന്ന് പറയുമ്പോൾ എന്താ പറയുക, ഇങ്ങനെ പ്രോജക്ട്സ് എന്ന് പറയാൻ മാത്രം ഒന്നും അങ്ങനെ വന്നിട്ടില്ല. പക്ഷേ ആഗ്രഹമുണ്ട്. ഇപ്പോൾ ഇതിലിങ്ങനെ വന്നു, ഇനിയും അങ്ങോട്ട് മുന്നോട്ട് നല്ല നല്ല സിനിമകൾ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ദൈവാധീനം കൊണ്ട് ഇനിയും എങ്ങനെ വരുന്നത് നോക്കാം. എന്തായാലും ആക്ടിങ് വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു പോയി. ഞാനിപ്പോൾ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂരിൽ പഠിക്കുകയാണ്, ബിസിനസ് സ്റ്റഡീസ്, സെക്കൻഡ് ഇയർ ആയിട്ടുള്ളൂ. പിന്നെ എൻ്റെ നാട് ഇവിടെ എറണാകുളം തന്നെയാണ്, കൊച്ചിൻ. അപ്പോൾ എനിക്ക് പപ്പയും അമ്മയും എൻ്റെ സിസ്റ്ററുമാണുള്ളത്. അപ്പോൾ അനിയത്തി ഇപ്പോൾ പഠിക്കുകയാണ്, ഇവിടെ ഭവൻസ് ഏരൂരിൽ പഠിക്കുകയാണ്, 12th ആയിട്ടുള്ളൂ. പിന്നെ എൻ്റെ പപ്പ ഇപ്പോൾ ബിസിനസ്സാണ്, മമ്മ ഹൗസ് വൈഫ്. കണ്ടവർക്ക് ഏതായാലും കണ്ട് ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തതിലൊക്കെ വളരെ സന്തോഷം. ഞങ്ങൾ ഒരിക്കലും എന്താ പറയുക ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇങ്ങനെ നല്ല നല്ല റെസ്പോൺസ് കിട്ടുമ്പോൾ സത്യം പറഞ്ഞാൽ മനസ്സിനറിയാണ്. കാണാത്തവർക്ക് പോയി പടം കാണണം. നിങ്ങൾക്ക് എന്തായാലും എവിടെയെങ്കിലുമൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കും. കാരണം അത്രയധികം ക്യാരക്ടേഴ്സ് ഉണ്ട്, എല്ലാവർക്കും അവരുടേതായ ഓരോ സവിശേഷതകളും ഉണ്ട്. അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് ഇപ്പോൾ. അപ്പോൾ ഫുൾ ഓൺ ആനന്ദം. ബൈ.